ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന സ്ഥലമൊക്കെ മാറ്റിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന സ്ഥലം മാറ്റിയതാണ്. അതെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. പച്ചരിയിൽ കുറേ പുഴുക്കുത്തുണ്ട്. ആ പുഴുക്കുത്തുള്ള ചെള്ളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ടൈം മാറ്റി വെക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ വീഡിയോയും ചെയ്യാമെന്ന് വിചാരിച്ച് ഓവറായിട്ടുള്ള വെയിലുണ്ടല്ലേ, ഇതിലേക്ക് വേണം നമ്മൾ പച്ചരി ആക്കിയിടാൻ. ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഇന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്നലെയൊക്കെ ബാഡ് സ്റ്റോറി സാഡ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടത്. പിന്നെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ വെറുതെ അലക്കിലത്തെ സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ എന്താ പറയാന്ന് വിചാരിച്ചത് എന്താ അറിയോ? എന്തൊക്കെയാ ഞാൻ പറയണേ? എനിക്ക് എപ്പോഴോ എത്ര വയസ്സൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മല്ല. ഇതെല്ലാം കുറച്ച് നേരത്തെ എന്നെ 1ാം ക്ലാസ്സിൽ നിന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 5 വയസ്സൊക്കെ ആവണതിന് മുമ്പേ എന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു 1ാം ക്ലാസ്സിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ എന്താ പറയാ, നടന്നതിന് പോവല്. ഉമ്മ എന്നെ ആക്കി തരും, എന്നിട്ട് ഉമ്മ പോവും. കുറച്ചങ്ങോട്ട് നടക്കാണ്ടേ വീട്ടിൽ നിന്ന്. അപ്പൊ ഉമ്മ ആക്കിയിട്ട് ഞാൻ ഉമ്മന്റെ പുറകെ ഓടും. പക്ഷെ ഉമ്മ അറിയില്ല. വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മ തിരിഞ്ഞു നോക്കുമ്പോ ഞാനും ഉണ്ടാവും പുറകിൽ. അങ്ങനെയായിരുന്നു എന്റെ പണ്ടത്തെ കാല പഠനം. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പോകുന്നതിനോടൊന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നത് കുറെ ഉണ്ട്. കുറച്ച് പുറത്തെ കവറിലേക്ക് തന്നെ ആക്കട്ടെ. അങ്ങനെ പിന്നെ ഞാന് ഒറ്റക്ക് പോവാൻ തുടങ്ങി. നമ്മളെ വീടിന്റെ അടുത്തൊന്നും കുറെ ആൾക്കാര്, കുറച്ച് മക്കളുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഓരോ കൂടെ പോവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മഴക്കാലത്ത് ഞാൻ പോവാണ്. രണ്ട് പകുതിയൊക്കെ ആയപ്പോ ഞാൻ ആ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറി. അപ്പൊ അവിടെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഒരു മഴക്കാലുള്ള ടൈം. ആ സമയത്ത് അവിടെ ഈ ബൈക്കില് പോണ സമയത്ത് അങ്ങനെ ഈ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കൂലേ, ഭയങ്കര വെയിലല്ലേ, വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഏരിയകൾ ഉണ്ടാവില്ലേ, കുറച്ചിങ്ങനെ ചെരിഞ്ഞ റോഡൊക്കെ ആണെങ്കിൽ ആ സൈഡിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കും. പക്ഷെ നല്ല വെള്ളാട്ടോ, മറ്റൊരുമാതിരി എന്താ പറയാ, ചളിവെള്ളല്ല കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. ഇതൊന്നും ഇട്ടിട്ടോ, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവും. എന്നിട്ട് ആ വെള്ളത്തില് എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു മീനുകളെ പോലെ കറുത്തിട്ടുള്ള ബാലക്കുള്ള നല്ല മീനുണ്ടോ? ഓക്കെ, നല്ല വാലക്കുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളെ പോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാനേ. അപ്പൊ എനിക്ക് അതിനെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ എന്താക്കി, എനിക്ക് എന്താ പറയാ, അതിന്റെ വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുപ്പിയുടെ ബാക്കിയുള്ള കുപ്പി ഉണ്ടാവൂലേ, പ്ലാസ്റ്റിക് കുപ്പി, അങ്ങനത്തെ കൊണ്ടുപോലെ. അപ്പൊ എന്നിട്ട് അയിത്ത വെള്ളം ഞാൻ കളഞ്ഞ് കുടിക്കാന് എനിക്ക് വീട്ടിൽ നിന്ന് തന്ന വെള്ളമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ എന്താക്കി, അയിക്ക് ഈ ആ റോഡിന്റെ അടുത്തുള്ള ആ സംഭവമില്ലേ, കുഞ്ഞു കുഞ്ഞു വാലക്കുള്ള നല്ല രസമുള്ള സാധനത്തിനെ മീനാന്ന് വിചാരിച്ച് ഞാൻ അതിൽ കുപ്പിയിലൊക്കെ നിറച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ഗൈസ്. വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് മീനല്ലായിരുന്നു, അത് മാക്രികളായിരുന്നു, തവളക്കുഞ്ഞുങ്ങൾ. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് തവളക്കുഞ്ഞുങ്ങള് ഇങ്ങനെയാണ് ഉണ്ടാവുക. അല്ലെങ്കിലും തവളക്കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടാവുക? ഓൾക്ക് കയ്യും കാലൊന്നും ഇല്ലേ? പിന്നെ എങ്ങനെ കയ്യും കാലും അങ്ങനെ ഉണ്ടാവണത്? അത്ഭുതല്ലേ, പടച്ചോന്റെ ഓരോ കളികളെ. അങ്ങനെ ഒരു സംഭവം. പിന്നെ അപ്പുറത്ത് ഏതോ സിനിമന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് ഒന്നും വരൂലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടുന്ന് സ്കൂളില് പഠിക്കുന്ന സമയത്ത് അവിടെ എന്താ പറയാ, ഒരു പാറന്റെ മുകളിലാണ് ഈ സ്കൂളിൽ ഇരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ്. ആ സ്കൂളൊക്കെ ഇപ്പൊ പൊളിച്ച്, ആ പാറയൊക്കെ പൊളിച്ചൂല്ലേ, അവിടെ ഒരു ഗ്രൗണ്ട് ആക്കി. പക്ഷെ ആ പാറ നല്ല ഭംഗിയേന്. അത് ഒരു ചെറിയൊരു പാറയും പുല്ലും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ആ പാറിന്റെ മുകളിൽ കൂടെ പോയിട്ട് സ്കൂള് നല്ല ഓടിട്ട് നല്ല രസമുള്ള സ്കൂൾ ഇനിയായിരുന്നു. എന്നിട്ട് അവിടെ ഞങ്ങൾക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മേരിക്കുട്ടി ടീച്ചർ എന്ന പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീച്ചറെ, നല്ല രസമാണ്. എന്നിട്ട് നമ്മള് ആകെ ഒരൊറ്റ കമ്പ്യൂട്ടർ ഉള്ളു ആ സ്കൂൾക്ക് മൊത്തമായിട്ട്, ആകെ ഒരൊറ്റ കമ്പ്യൂട്ടർ ഉള്ളു. ടീച്ചർ ഇങ്ങനെ ചെയ്യും, ഞങ്ങളിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പുറകില് കസറിന്റെ വട്ടത്തിന് ഞങ്ങളോട് നിൽക്കാൻ പറയും. ഞങ്ങൾ എന്നിട്ട് അതിങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ കഴിഞ്ഞിട്ട് അവിടെ
കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ എങ്ങനെയാണ്? കമ്പ്യൂട്ടർ ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം 1-ാം ക്ലാസ്സിലും അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിലൊക്കെ അല്ലേ, വെറുതെ ജസ്റ്റ് കാണിച്ചതാ, അതൊക്കെ ഉള്ളൂ. എന്നിട്ട് കമ്പ്യൂട്ടർ ഉണ്ട് ഈ ലോകത്ത്, ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണിച്ചത് അങ്ങനെയൊക്കെ. എന്നിട്ട് ഞങ്ങള് ചോറുണ്ണാൻ നേരത്തെ ചോറും പയറൊക്കെ ഉണ്ടാവല്, ചെറുപയറിന്റെ. അപ്പൊ അച്ചാറ് കിട്ടലുണ്ട്. അപ്പൊ ഞങ്ങള് നാരങ്ങച്ചാർ, അപ്പൊ നാരങ്ങച്ചാർ ഉണ്ടാക്കുന്ന അറിയും, നാരങ്ങ എടുക്കും. നാരങ്ങ, എനിക്ക് അച്ചാർ അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പൊ നാരങ്ങ എടുത്തിട്ട് നാരങ്ങ പോയിട്ട് പൈപ്പ് കരയിൽ ചെന്നിട്ട് കഴുകിയിട്ട് ആ നാരങ്ങ തിന്നാൻ നല്ല ടേസ്റ്റാ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നാരങ്ങച്ചാറിലെ നാരങ്ങ ഇപ്പൊ തന്നെ വെള്ളം വേണ്ടി കഴുകിയിട്ട് ആ നാരങ്ങ തൊണ്ട് തിന്നു നോക്കിയോണ്ടി, നല്ല രസമാണ്. അത് അപ്പത്തെ ഇതാണ് ഐഡിയകള്. എന്നിട്ട് പിന്നെ എന്താ, എന്നിട്ട് അതിന്റെ അപ്പുറത്ത് മറ്റേ ഈ പൈപ്പ് കയറിന്റെ അടുത്തായിട്ട് പുല്ലുണ്ട്, കുറെ വലിയ വലിയ പുല്ലുകളുണ്ട്. അവിടെ എന്നിട്ട് നമ്മൾ ഇന്റർവെൽ ആവുന്ന സമയത്ത് ഈ ഉച്ച കഴിഞ്ഞ ഫുഡ് കഴിച്ച് കഴിഞ്ഞുള്ള ടൈമാണ്. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞുള്ള ടൈമിൽ നമ്മളെല്ലാരും പുറത്തേക്കുമല്ലോ കുറച്ച് നേരമൊക്കെ. അപ്പം ഞങ്ങള് എന്താ പറയാ, അവിടെ ചെന്നിട്ട് പുൽച്ചാടി ഉണ്ടാവും. പുൽച്ചാടിനെ പിടിക്കല പണി. പുൽച്ചാടിനെ പിടിക്കും, അതിനെ കൂടെ എന്തെങ്കിലും തീറ്റിച്ചും അതിനടുത്ത് ബോക്സിലിടും. അതൊക്കെയാണ് പരിപാടി. എന്തിനാ അതൊക്കെ ചെയ്ത് എനിക്ക് ഓർമ്മ. പിന്നെ എന്താ പറയാ, അവിടെ ഞാൻ 1-ാം ക്ലാസ് പഠിക്കുമ്പോഴേ അവിടെ ഞങ്ങളെ ക്ലാസ്സിൽ പഠിക്കാന് നമ്മളെ സ്കൂളിന്റെ ഏരിയന്റെ അടുത്തൊക്കെ ആയിട്ട് മറ്റേ ആദിവാസി കുട്ടികളുണ്ട്. തമിഴന്മാരാണോ അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഉള്ള മക്കളുണ്ട്, ഓലും കൂടി വന്നിട്ടുണ്ടായിരുന്നു കൂടെ പഠിക്കാൻ. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഓളടുത്ത് അങ്ങനെ ആരും പോകൂല, പക്ഷെ ഞാൻ കളിക്കാൻ ചെല്ലുകയും കേട്ടോ. പക്ഷെ എന്നാലും മോള് അങ്ങനെ കളിക്കാൻ ആദ്യമൊന്നും വരൂലേനി. മോള് ഭയങ്കര റൂഡായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കൽ അങ്ങനെയൊക്കെയാണ് ആദ്യം. ആ കമ്പിന്റെ കമ്പി ഉണ്ട്, ഊഞ്ഞാലന്റെ കമ്പിയാണ്, ഊഞ്ഞാലല്ലാന്ന് തോന്നുന്നു, കമ്പി മാത്രമേ ഉള്ളൂ. ആ കമ്പിന്റെ മൂക്ക് ഇങ്ങനെ വലിഞ്ഞൊക്കെ കേറലുണ്ടോള്. അപ്പൊ ഞാനതൊക്കെ കണ്ടിങ്ങനെ ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് നിൽക്കില്ലേ. എന്നിട്ട് ഞാന് അവിടെ ഓൽക്ക് ഇന്ന പ്രായമൊന്നുമില്ല, ഓലെ അടുത്തുള്ള എല്ലാ മക്കളും അവിടെ അങ്ങനെ വരലുണ്ട്. ആകെ 4-5 പേരെന്തോ അവിടെ ഉള്ളൂ. എന്നിട്ട് ചെറിയ കുട്ടികൾ വരെ ഉണ്ട്. എന്നിട്ട് അതില് ഉള്ളൊരു ചെറിയ കുട്ടി ഉണ്ട്. ആ ചെറിയ കുട്ടി ഞാനായിട്ടോ പോണ സമയത്ത് അതിനറിയാൻ തട്ടിപ്പോയിട്ട് അത് വീണുപോയി. എന്നിട്ട് ഞാൻ അതിനെ പിടിച്ച് നീപ്പിച്ച്, ഞാൻ മനഃപൂർവ്വം തട്ടിയതല്ല, അത് അറിയാണ്ട് തട്ടിയ. എങ്ങനെ ആയാലും പോണ വയ്യാവിലേക്ക് എന്റെ തലയൊക്കെ വരുന്നത്. എന്നിട്ട് ഈ കുട്ടി കരഞ്ഞിക്ക. അപ്പൊ ഞാനും പിടിച്ചു, ഇതെന്തിനിപ്പൊ കരയണെന്ന് വിചാരിച്ച്. എന്നിട്ട് മൊത്തം കട്ട ഇളകി. ഇവലൊക്കെ എന്റെ അടുത്തേക്ക് വന്ന്, അതിലുള്ള ഒരു മൂത്തൊരു ചെക്കനുണ്ട്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട്. ഇവനൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് എന്തോ അങ്ങനെ എന്നെ തള്ളിയിട്ട് എന്തൊക്കെ ചൂടായി എന്തൊക്കെ പറയേക്കണ്ടേനെ. പിന്നെ എനിക്കെന്നൊന്നും മനസ്സിലാവാൻ അവന്റെ ഭാഗ്യം. മനസ്സിലായിനെങ്കിലാ ആന്ന്. പിന്നെന്താ, പിന്നെ നല്ല രസേനെ. പിന്നെ നമ്മള് കുളിച്ചാൻ പോക്കും കാര്യങ്ങളൊക്കെയാണ് പണ്ട്. നമ്മളെ വീടിന്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് തന്നെ പോയണ്ടേന്. അങ്ങനെ അവിടെ കുളിച്ചാൻ പോക്കില്ലേ. നമ്മള് അവിടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ വരും, നല്ല രസേനെ. വീടിന്റെ അടുത്തുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും വരും. വീടിന്റെ അടുത്തുള്ള എല്ലാ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ കുളിച്ചാൻ പോവാ. എന്നിട്ട് പുഴയിന്ന് കുറെ കളിക്കും. നമ്മള് പുഴയില് ഒരാൾ മുങ്ങിയിട്ട് ഫുൾ താന്നിരുന്നിട്ട് നമ്മളെ പുറകില് വേറൊരാൾ ഇവിടെയും കാലും ചവിട്ടി വെച്ച് നിൽക്കും. എന്നിട്ട് നമ്മളിങ്ങനെ തട്ടും. എപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പൊങ്ങാനും വേണ്ടിയിട്ട് സിഗ്നൽ വരെ അങ്ങനെ തട്ടും. അപ്പൊ നമ്മൾ ഒരൊറ്റ പൊങ്ങലേക്കും. അപ്പൊ അയാൾ ഇങ്ങനെ കറങ്ങി അപ്പുറത്തേക്ക് പോയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വേദന കൊടുക്കുക. വെള്ളത്തിലല്ല, എന്താ ഈ വയലിങ്ങനെ എങ്ങനെയാവുമ്പോ നല്ല രസം കേട്ടോ. പോയേന്ന് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോ ഒരു വിശപ്പുണ്ടോ മക്കളെ. അപ്പൊ നല്ല ചോറുന്നു. അപ്പൊ നല്ല ചൂട് മറ്റേ തേങ്ങ അരച്ച ചക്കക്കുരും മുരിങ്ങന്റെ ഇലൊക്കെ ഇട്ട് വെച്ച കറിയും അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ ഒന്ന് പോകാനൊക്കെ മടിയാണ്. പിന്നെന്ന് വെച്ചെങ്കിൽ ഇപ്പത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്നും ഒരുമാതിരി ശരിയോ അല്ല. ഇപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പോയന്റെ അവിടെയൊക്കെ യൂസ് ചെയ്യണം, എന്നാലേ അവിടെയൊക്കെ എപ്പോഴും തെളിഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ ഒഴുക്ക് കുറഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ നമ്മളൊക്കെ വളർന്നില്ലേ, നമ്മള് വളർന്ന് ഞമ്മക്ക് മക്കളായി. പിന്നെ എങ്ങനെ നമ്മള് പിന്നെ പോണത്? ഈ ഫാമിലി ആയിട്ട് വല്ല റിസോർട്ടിലൊക്കെ പോയി അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ നല്ല അടിഞ്ഞ് പോയേ പോലെ അപ്പൊ നടക്കേക്കും. ഇനിയൊന്നുമില്ല, എനിക്കങ്ങനെ അധികമൊന്നും പറയാനൊന്നുമില്ല. എനിക്കിപ്പോ ആലോചിച്ചാല് തലയില് ഓടിയതിപ്പോ ഞങ്ങളോട് പറഞ്ഞോളൂ. അങ്ങനെ കുറെ ഉണ്ട്. എനിക്കങ്ങനെ എപ്പോഴും അതൊന്നും ആലോചിച്ച് കുത്തിരിക്കാനുള്ള സമയമൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലേ, ഞാൻ ഭയങ്കര ബിസിയാണ് ഗൈസ്.
ഓക്കെ ബൈ.